നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷയത്തിലേക്ക് പോകാം. റിപ്പീറ്റ്. നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൊല്ലം ജില്ലയിലെ ഏറ്റവും ചെറിയ ഒരു ശക്തിയാണ് RSP. കാര്യം കൊല്ലം ജില്ല മാത്രം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കൊല്ലം ജില്ലയിൽ മാത്രം ശക്തമായ ഒരു വേരോട്ടം ഉണ്ട് എന്ന് അവരഭിപ്രായപ്പെടുന്ന ഒരു പാർട്ടിയാണ് RSP. എന്നാൽ ഈ RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ, A അസീസ്, അതോടൊപ്പം തന്നെ NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികളുടെ കയ്യിൽ മാത്രം നിന്നിങ്ങനെ കറങ്ങിപ്പോകുന്ന ഒരു തുക്കട പാർട്ടി എന്നായി ഇപ്പോൾ RSPയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ. വലിയ ശക്തിയൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഇരവിപുരത്ത് നിന്ന് A അസീസ് ജയിച്ചത് ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് ഇന്നിങ്ങോട്ട് 2014 ശേഷം ഒരു ഘട്ടത്തിൽ പോലും ഈ RSP എന്ന് പറയുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് ഒരാളെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് UDF-ലേക്ക് എത്തിയതിനു ശേഷം തീർത്തും ഇല്ലാതെ ആകാൻ തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RSP എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. എന്താ പറയുക, RSP-ക്കാർക്ക് പോലും അങ്ങനെ ഒരു ഡൗട്ട് ഇപ്പോഴുമില്ല. എന്നാൽ ഇപ്പോൾ RSP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇരവിപുരത്ത് ഒരാളെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ട്, വിഷ്ണുവൻ. അപ്പോൾ അങ്ങനെ ഇരവിപുരത്ത് ഒരാളെ മത്സരിപ്പിക്കുന്ന സിറ്റുവേഷൻ ഇപ്പം നിലവിൽ ഇരവിപുരത്തുണ്ട്, ചടയമംഗലം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുക എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇവർ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അപ്പോൾ ഇരവിപുരത്തെ സീറ്റ് നേരത്തെ A അസീസൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റാണ്. എന്നാൽ ഇപ്പോൾ ഇരവിപുരം സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം M നൗഷാദ് CPIയുടെ കയ്യിൽ കിടക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. അത് ഏകദേശം 2016 മുതൽ തന്നെ ഇവിടെ ഉണ്ട്. 2011 A അസീസ് RSPയുടെ ജയിച്ചത് ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് അവിടെ ഒരു ജയവും പിന്നീട് RSPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതും വിശേഷിച്ച് ഈ പറയുന്ന M നൗഷാദ് എന്ന് പറയുന്ന CPIയുടെ സ്ഥാനാർത്ഥിക്ക് ഏകദേശം 28,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് കൂടി പറയുമ്പോൾ തീർച്ചയായും അതൊരു CPIയുടെ അല്ലെങ്കിൽ ഇടതു കോട്ട തന്നെയാണ് എന്ന് നമുക്ക് അടിയുറച്ച് പറയേണ്ടി വരും. കാരണം RSP അതിന് മുമ്പ് അവിടെ ജയിച്ചിട്ടുണ്ട്. A അസീസ് അവിടെ പല ആവർത്തി ജയിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് A അസീസ് എന്ന് പറയുന്ന ഒരു RSP നേതാവ് അവിടെ ജയിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് RSPയുടെ വോട്ട് കൊണ്ട് ജയിച്ചതല്ല എന്നും മറിച്ച് ഇടതുപക്ഷത്തെ CPM-ന്റെയും CPIയുടെയും ശക്തമായ വോട്ടിംഗ് ബലം കൊണ്ട് മാത്രമാണ് A അസീസ് അവിടെ ജയിച്ചത് എന്നും പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 16 മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ M നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്, CPIയുടെ ഒരാൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതും വലിയ ഭൂരിപക്ഷത്തിൽ 28,000 എന്ന് പറയുന്ന ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചു നിൽക്കുന്നത്. ഇതാണ് അവിടുത്തെ ഇരവിപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാധ്യത. അപ്പോൾ ഇനി ആര് മത്സരിച്ചു എന്ന് പറഞ്ഞാലും ശരി, ഇനി അവിടെ മുസ്ലിം ലീഗിനെ, അത് സുൽഫിക്കർ സലാമിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. കാരണം സുൽഫിക്കർ സലാമിന് രാഷ്ട്രീയത്തിന് അതീതമായി അവിടെ എന്തോ ഒരു വലിയ ബലമുണ്ട്. ആ ബലത്തിലൂടെ ഇരവിപുരം സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ UDF-ന് അനുകൂലമാക്കി തീർക്കാൻ കഴിയും എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ സുൽഫിക്കർ സലാം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഈ പറയുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ RSPക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ M നൗഷാദാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അത് ഇടതു കോട്ട തന്നെയാണ് ഇരവിപുരം മണ്ഡലം എന്നുള്ള കാര്യം അടിവരയിട്ട് നമുക്ക് പറയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, അപ്പോൾ അങ്ങനെ RSPയുടെ സീറ്റ്, ഇരവിപുരത്തെ സീറ്റ് ലീഗിന് വിട്ടുകൊടുത്താൽ പകരം സീറ്റ് ഏതാണ് ലീഗ് RSPക്ക് നൽകുക എന്ന് ചോദിച്ചാൽ അടുത്ത ഉത്തരം ചടയമംഗലം സീറ്റ് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ചടയമംഗലം സീറ്റിൽ ഇപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അപ്പം ചടയമംഗലം സീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു CPIയുടെ അടിയുറച്ച ഒരു മണ്ഡലമാണ് എന്ന് നമുക്കറിയാം. അവിടെ മുല്ലക്കര അടക്കം 2001 മുതൽ ഇതുവരെ നമ്മൾ ചിഞ്ചുറാണി വരെ എത്തി നിൽക്കുന്ന 2021 തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ പൂർണ്ണമായും അവിടെ നിലനിൽക്കുന്നത് CPIയുടെ ഒരു ശക്തമായ ഒരു മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇത് ഒരു തവണ മറ്റോ ആണ് അവിടെ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്, പ്രയാർ ഗോപാലകൃഷ്ണനിലൂടെ. അല്ലാതെ അവിടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു UDF-ന്റെ നേതാക്കന്മാർ അവിടെ ജയിച്ച ചരിത്രമില്ല. അതല്ലാതെ അപ്പം അതിനുശേഷം അതിന് മുൻപും പിൻപും നമ്മളെടുത്ത് ചരിത്രം പരിശോധിച്ചാൽ ചടയമംഗലം സീറ്റ് ഇടതു കോട്ട തന്നെയാണ്. ആ ഇടതു കോട്ടയിൽ ഇപ്പോൾ നിലവിൽ ചിഞ്ചുറാണി ഏകദേശം 13,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. അവരിപ്പോൾ മന്ത്രിയുമാണ് എന്നുള്ളതാണ് വസ്തുത.
അപ്പം അതിനു മുമ്പ് മുല്ലക്കരയൊക്കെ മത്സരിച്ച മണ്ഡലമാണ് ചടയമംഗലം. അപ്പം ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇടത് കോട്ടയായ ഒരു മണ്ഡലം എന്ത് RSPക്ക് കൊടുക്കാം. ഇതെല്ലാം ഈ RSPക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ RSPക്ക് ഇവിടെയൊക്കെ ശക്തമായ വേരോട്ടം ഉണ്ട് എന്ന് കരുതുന്നുണ്ട്. എന്നാൽ പഴയ RSP അല്ല ഇന്ന് UDFിനോടൊപ്പം നിൽക്കുന്ന RSP എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം ഇരവിപുരത്താണെങ്കിൽ തന്നെയും അവിടുത്തെ RSP നേതാവായ RSP സ്ഥാനാർത്ഥി ജയിച്ചതിന്റെ പിന്നിൽ എന്താ CPMയുടെയും CPMന്റെയും വോട്ട് കൊണ്ട് മാത്രമാണ് അവർ ജയിച്ചത്. ഇപ്പൊ ചടയമംഗലത്തേക്ക് ഇനി RSP മത്സരിച്ചതെന്നാലും LDFന്റെ എന്നുള്ള നിലയിൽ നിന്ന് അവിടെ മത്സരിച്ചാൽ തീർച്ചയായും CPIയുടെയും CPMന്റെയും വോട്ട് RSPക്ക് വീണിരിക്കും, 100% ഉറപ്പ്. അതേസമയം UDF എന്ന് പറയുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് RSP ചടയമംഗലത്ത് പോയി മത്സരിച്ചാൽ അവിടെ CPIയുടെ കോട്ടയായ ആ മണ്ഡലത്തെ വളച്ച് UDFന്റെ ആലയത്തിൽ കൊണ്ട് കെട്ടാൻ പറ്റില്ലെന്നേ, അതൊരിക്കലും നടപ്പ് കാര്യമല്ല എന്നുള്ള കാര്യവും ഈ പറയുന്ന RSPക്കാർ തിരിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. പിന്നീട് മറ്റൊന്ന് പുനലൂർ മണ്ഡലമാണ്. പുനലൂർ മണ്ഡലം ഇത് തന്നെയാണ് അവസ്ഥ. പുനലൂർ മണ്ഡലത്തെ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ PS സുബാൽ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇപ്പൊ MLA ആയിട്ട് അവിടെ നിൽക്കുന്നത്. അദ്ദേഹം തന്നെ അവിടെ ജയിച്ചിരിക്കുന്ന ഏകദേശം 37,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നുമല്ല. ഏകദേശം 37,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PS സുബാൽ എന്ന് പറയുന്ന ഒരു MLA ആണ് ഇപ്പം നിലവിൽ പുനലൂരിൽ നിന്നുള്ളത്. അതും പിന്നെ ഒരു CPIയുടെ കോട്ടയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം 91-ൽ പുനലൂർ മധു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി എന്തോ ജയിച്ചിരുന്നു, ഒരു UDFന്റെ ഒരു MLA അവിടെ നിന്നുണ്ടായി. അതും 97 എന്ന് പറയുന്ന ഒരു വർഷത്ത് മാത്രം ഒരിക്കൽ. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒന്നും ഈ പറയുന്ന പിന്നെ UDFന് അവിടെ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആ മണ്ഡലത്തിലേക്ക് വേണമെങ്കിൽ ഇതിന് പകരമായി കോൺഗ്രസിനെ അങ്ങോട്ട് നൽകാം എന്നുള്ളതാണ്. അപ്പം നിലവിൽ ലീഗ് നിൽക്കുന്ന മണ്ഡലമാണ് പുനലൂര്. അപ്പോൾ ലീഗിൻ്റെ ആ മണ്ഡലത്തിൽ നിന്ന് ആ ലീഗ് മണ്ഡലം പിന്നെ അവിടെ മാറിക്കൊടുത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ കൊടുക്കാം. അതായത് ലീഗിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരവിപുരം സീറ്റ്, ലീഗിന് ഇരവിപുരം സീറ്റ് കൊടുക്കുന്നതിനോടൊപ്പം ചടയമംഗലം സീറ്റ് RSPക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ലീഗിൻ്റെ പുനലൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാം. അതായത് ഇങ്ങനെ ഇവർ 3 പേരും തമ്മിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും RSPയും തമ്മിൽ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇരവിപുരം ഇപ്പം നിലവിൽ ഇരവിപുരം നിൽക്കുന്നത് RSP സീറ്റാണ്. ഇപ്പോൾ പുനലൂർ സീറ്റ് പിന്നെ ലീഗിൻ്റെതാണ്, ചടയമംഗലം കോൺഗ്രസിൻ്റെതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി പുനലൂർ ആക്കുന്നു. RSPയുടെ ഇരവിപുരം സീറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ചടയമംഗലത്തേക്ക് ആക്കുന്നു. ഇരവിപുരത്തെ RSP സീറ്റ് ഇങ്ങോട്ട് നീക്കി ലീഗ് ഏറ്റെടുക്കുന്നു. ഈ രീതിയിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ പരസ്പര നഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റെടുക്കൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് ഏത് തരത്തിൽ മത്സരിച്ചിരുന്നാലും, അതായത് ലീഗിന്റെ കണക്കിൽ പുനലൂർ മത്സരിച്ചിരുന്നാലും, കോൺഗ്രസ് ചടയമംഗലത്ത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചിരുന്നാലും, RSP ഇരവിപുരത്ത് മത്സരിച്ചിരുന്നാലും, ഈ 3 സീറ്റും അടിയുറച്ച CPI മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിലോ ചുവന്ന മണ്ണല്ലത്. അത് കാലാകാലങ്ങളായി ചുവന്ന് കിടക്കുന്ന മണ്ണ് തന്നെയാണ് കൊല്ലത്തെ ഈ 3 എണ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വരുന്ന പ്രശ്നം, ഇവിടെ ഇനി അങ്ങോട്ട് മാറി മത്സരിച്ചാലും ശരി, ഇങ്ങോട്ട് മാറി മത്സരിച്ചാലും ശരി, വലിയ മെച്ചമൊന്നും 2 കൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നില്ല, 3 കൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് RSPയെ പോലൊരു പാർട്ടി ഇനിയിപ്പോൾ ഇങ്ങനെ മാറി മത്സരിച്ചാലും ശരി, ഇത്തവണയും ഈ ഒരു പ്രവചനമാണോ അല്ലയോ എന്നുള്ള കാര്യമല്ല, ഇത്തവണയും RSPയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലേക്ക് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യത നിലവിലില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പിന്നെ 3 പേര്, ഷിബു ബേബി ജോണിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും, അസീസിനെ ആണെങ്കിലും NK പ്രേമേന്ദ്രനാണെങ്കിലും, ഈ 3 പേരും 3 വഴിക്ക് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവിടെ ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അസീസിനും താല്പര്യമില്ല, ഷിബു ബേബി ജോണിനും താല്പര്യമില്ല. അപ്പം ഇവർ 3 ചിലരൊക്കെ എന്ത് ചെയ്തു, പലരും ഈ പറയുന്ന നൗഷാദ് അടക്കമുള്ള പലരും അവിടെ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ RSPക്കകത്തുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊല്ലം ജില്ലയിൽ മാത്രമായി നിൽക്കുന്ന ഈ തുക്കടാ പാർട്ടിയായ RSP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ പലരും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം. ഇനിയും നാളെ ഇത് RSP എന്ന് പറയുന്ന പാർട്ടി ഭിന്നിക്കുമോ എന്നുള്ള സംശയം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം ഒന്ന് NK പ്രേമേന്ദ്രൻ കാണിച്ചു വെക്കുന്ന താൻ പോരിമ, കാര്യം അതിനകത്ത് ആകെപ്പാടെ സംസാരിക്കാൻ കഴിവുള്ളതും അതോടൊപ്പം തന്നെ അത്യാവശ്യം പവറുള്ളതും തനിക്ക് NK പ്രേമേന്ദ്രന് മാത്രമാണ്. കാരണം NK പ്രേമേന്ദ്രൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോയ അല്ലെ ലോക്സഭ MP എന്ന് പറയുന്നൊരു പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. ബാക്കിയെല്ലാം തന്നെക്കാൾ ചൂറകളായി കിടക്കുന്ന ഒരു ഗുണവും ഇല്ലാത്ത കുറേ നേതാക്കന്മാർ
ഉള്ള പാർട്ടിയാണ് RSP എന്ന് പിന്നെ ഇദ്ദേഹം തന്നെ വിചാരിക്കണം, NK പ്രേമേന്ദ്രൻ. അപ്പോൾ ഈ പറയുന്ന ഒരാൾ തന്നെയാണ്, NK പ്രേമേന്ദ്രൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ. ഇനി ഷിബു ബേബി ജോൺ അങ്ങനെയല്ല, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് RSP എന്ന് പറയുന്ന പാർട്ടി മൂവ് ചെയ്യാൻ പാടില്ല എന്ന ഭയങ്കരമായ ഒരു അത്യാഗ്രഹവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആവേശവും ഒക്കെ ആയി മാറി നിൽക്കുന്ന ഒരാളാണ് നമുക്കറിയാവുന്ന പോലെ ഈ ഷിബു ബേബി ജോൺ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇവരെല്ലാവരും ഓരോ തരത്തിൽ പാർട്ടിയെ പല വഴിക്കായി നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ UDFകാരും UDFിന്റെ നേതാക്കന്മാർ VD സതീശനോടൊന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇനിയിപ്പം സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏറെ ഇടപെടാനും നിൽക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് വഴിക്ക് വന്നിരുന്നാലും ശരി, ഇവിടെ ലാഭം ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഈ കൊല്ലം ജില്ലയിൽ ഈ 3 സീറ്റും ഏറെക്കുറെ ഇടതുപക്ഷം ഉറപ്പിച്ചിരിക്കുന്ന 3 സീറ്റുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാകാനും സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.